എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുന്നു. വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദായുടെ ലേഖനത്തിൽ നിന്ന് 5 പ്രത്യേക കടപ്പാടുകളെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. മറ്റൊരു ഭാഗത്തേക്ക് യൂദായുടെ ലേഖനത്തിൽ നിന്ന് ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. യൂദാ പറയുന്നത്, വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം, അല്ലെങ്കിൽ പോരാടണം. എബ്രായലേഖനം 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ എന്താണ് വിശ്വാസം എന്നും അതിന്റെ നിർവചനം എന്താണെന്നും വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഭക്തന്മാരുടെ ചരിത്രവും ലിസ്റ്റും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് വിശ്വാസം എന്ന് നാം പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ വിശ്വാസത്തെ 2 നിലകളിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. പുതിയ നിയമ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. 2 നിലകളിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്ന്, സസ്റ്റെയിനിങ് ഫെയ്ത്ത്. മറ്റൊന്ന്, സാൽവേഷൻ ഫെയ്ത്ത്. സസ്റ്റെയിനിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിർവഹിച്ച് കിട്ടേണ്ടതിന് വേണ്ടിയുള്ള വിശ്വാസം. അത് രക്ഷയ്ക്കുള്ള വിശ്വാസമല്ല, തങ്ങളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, ഒന്നുകൂടി പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കേണ്ടതിന് വേണ്ടി. അങ്ങനെ പലരും കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടല്ലോ. സസ്റ്റെയിനിങ് ഫെയ്ത്ത്. ഒരു ശതാധിപൻ കർത്താവിന്റെ അടുക്കൽ വന്നു, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യമാകും. നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് എനിക്കറിയാം, കാരണം ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വലിയ വിശ്വാസമാണത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. പക്ഷെ അത് രക്ഷയ്ക്കുള്ള വിശ്വാസമല്ല, തന്റെ ദാസന് സൗഖ്യം ലഭിക്കണം, അത്രയേ ഉള്ളൂ. അത് സസ്റ്റൈനിങ് ഫെയ്ത്ത്. അങ്ങനെ ഒരുപാട് ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ അപ്പം തിന്നുകൊണ്ടും അത്ഭുതം കണ്ടുകൊണ്ടും വിശ്വസിച്ചു. അതൊക്കെ സസ്റ്റൈനിങ് ഫെയ്ത്ത് ആണ്. എന്നാൽ സാൽവേഷൻ ഫെയ്ത്ത്, രക്ഷയ്ക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത്, കാരാഗൃഹ പ്രമാണി മുട്ടുകുത്തി രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അന്ന് 3000 പേര് സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും വിശ്വസിച്ചു. അതാണ് രക്ഷയ്ക്കുള്ള വിശ്വാസം. ഇന്ന് പല ആളുകളും കർത്താവിന്റെ പുറകെ കൂടുന്നത് രക്ഷ പ്രാപിപ്പാനല്ല, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ യൂദാ പറയുന്നത്, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. വിശ്വസിച്ചവരെ നമുക്ക് 3 ഗ്രൂപ്പായി ചേർന്ന് പഠിപ്പാൻ കഴിയും. അത് ഞാൻ പിന്നീട് ഓർപ്പിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായം നാം പഠിക്കുമ്പോൾ വിശ്വാസം നിലനിർത്താൻ വേണ്ടി തങ്ങളുടെ ജീവൻ പോലും ഏൽപ്പിച്ചു കൊടുത്തവരുണ്ട്. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകം നാം വായിക്കുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നമുക്ക് ലഭിക്കും. നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കാൻ എളുപ്പമാണ്. ഒരു വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ കൈയൊന്ന് ഉയർത്തിയാൽ മതി. കൺവെൻഷനൊക്കെ ആണെങ്കിൽ
കൈയെന്ന് ഉയർത്തി കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടെന്ന് അവര് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതൊക്കെ എളുപ്പമാണ്. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടി വരുമ്പോഴാണ് നമ്മുടെ നിലനിൽപ്പ് അറിയുന്നത്. അതിനുവേണ്ടി നാം വില കൊടുക്കേണ്ടി വരും. എന്നാൽ മരണപര്യന്തം വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.